സുമന്ത്രർക്ക് ആജ്ഞ നൽകാൻ ദശരഥ മഹാരാജാവ് പതറുന്നില്ല. രാജാവ് സൂര്യവംശജനാണ്. രൂപത്തിൽ മാത്രമല്ല, വാക്കുകളിലും പെരുമാറ്റങ്ങളിലും അദ്ദേഹം രാജകീയ പ്രൗഢി പുലർത്തുന്നു. ഉടനെ അനുജനെയും കൂട്ടി ശ്രീരാമൻ പുറപ്പെട്ടു. പിതൃഭക്തിയുടെ മികച്ച ഭാവം. താതദുഃഖത്തിന് എന്താണ് കാരണമെന്ന് ശ്രീരാമൻ ഉദ്വേഗത്തോടുകൂടി ചോദിക്കുമ്പോൾ ഉത്തരം നൽകാൻ ഒരാൾക്കേ കഴിയൂ. ആ ഒരാൾ കൈകേയി ദേവിയാണ്. ഒട്ടും പതറാതെ കൈകേയി ദേവി തൻ്റെ കൃത്യം നിർവഹിക്കുകയും ചെയ്യുന്നു. കൈകേയി തൻ്റെ ഭർത്താവായ ദശരഥ മഹാരാജാവിൻ്റെ ദുഃഖത്തിന് ഉപശാന്തി വരുത്തുക എന്നത് ശ്രീരാമൻ കർത്തവ്യമായി ഏറ്റെടുക്കണം. താൻ നൽകിയ സത്യമാകുന്ന പാശത്താൽ സംബന്ധനായിരിക്കുന്ന താതനെ രക്ഷിക്കുന്നതിന് ശ്രീരാമനാണ് യോഗ്യൻ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ, ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജാവചനം അനാകർണ്യ ജ്ഞാനിക രാജീവലോചനി പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ, ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി, ചെന്നു കൗസല്യസുതനോടു ചൊല്ലിനാൻ, താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രി പ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരാമവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമാവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്വാൻ ഭൂമിപനാശു സമുത്തായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ, താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളാതു കണ്ടനന്തരം ആരൂഢശോകം വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും കേതന മന്ദിരം പുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തൊന്നു
താതദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയ പുത്രിയും. കാരണം താതദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി നീ നിരൂപിക്കിലെഴുതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർതൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു. ചിത്താഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. 2 വരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസാ. നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടും ഇന്നു തരണമെന്നർത്ഥിക്കയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിയുക നീ. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ. ഉന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്കയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്രസമുദ്ഭവനെന്നതറിയുക നീ.